നമസ്കാരം സുധേഷ് ഏട്ടാ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നമസ്കാരം. അപ്പം മാസ്റ്റേഴ്സ്, ഇതാണ് സുധേഷ് ഏട്ടൻ. എവിടെ സുധേഷിന്റെ സ്ഥലം? എൻ്റെ വീട് കണ്ണൂർ ജില്ലയാണ്. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ കാഞ്ഞേരി സ്ഥലത്തെ വീട്. കാഞ്ഞേരി ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വീടാണ്. എൻ്റെ ശരിക്കുള്ള വീട് ചിറ്റാപ്പറമ്പ് ശരിക്കുള്ള വീട്. അപ്പോൾ ഈ വിക്ക് ഇപ്പോൾ ഉള്ള അവസ്ഥ അല്ല, പണ്ട് ഭയങ്കരമാണ്. ഒരു 8 മാസം മുന്നേ ഭയങ്കര വിൽക്കാൻ എനിക്ക്. അതിന് ഞാനിപ്പോൾ പിടിച്ച് കെട്ടിയിട്ടുള്ളത്. അപ്പൊ പാട്ട് പാടാന്ന് പറഞ്ഞു, അതെങ്ങനെയാണ്? എപ്പോഴെങ്കിലും ഒരിക്കൽ പാട്ട് പാടാൻ ട്രൈ ചെയ്ത് പാടി ശരിയാക്കിയതാണോ, അതോ പാട്ട് പാടുമ്പോൾ മാത്രം നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരുന്നില്ല, അതെങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത്? മനസ്സിലാക്കി വെച്ചാൽ ഇപ്പോൾ ഇനി എനിക്ക് വിൽക്കില്ല. ബ്രീത്ത് വിക്കുള്ള ആൾക്കാരുടെ അവസ്ഥ വെച്ചാൽ അവരുടെ ഉള്ളിൽ ശ്വാസമില്ല. ശ്വാസമില്ലായ്മയാണ് വിക്കിൻ്റെ അവസ്ഥ. അപ്പം എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ശ്വാസമുണ്ട്. അതായത് പാട്ട് പാടുമ്പോൾ വിക്ക് വീറില്ല. കാരണം അതായത് പാട്ട് പാടുമ്പോൾ നമ്മൾ പാട്ട് പാടുമ്പോൾ ബ്രീത്ത് എത്ര പാടും, ബ്രീത്ത് എടുത്ത് വെച്ച് ബ്രീത്ത് നല്ല വിടുന്നു. അപ്പോൾ ഇപ്പം എൻ്റെ പ്രശ്നം വെച്ചാൽ ബ്രീത്ത് എടുത്ത് വെക്കണ എനിക്ക് ചെസ്റ്റ് വേദന. ഇപ്പം എടുത്ത് പിടിച്ച് വെക്കുന്നുണ്ട്, ഭയങ്കര വേദന. സ്ട്രെയിൻ എടുത്ത് വെക്കും ഭയങ്കരമായിട്ട്. അപ്പൊ അതാണ് പ്രശ്നം. അത് പ്രാക്ടീസ് ആയി ഓക്കെയോ? കുറച്ച് കഴിയുമ്പോ ഇതിനെ പറ്റി നമ്മള് ചിന്തിക്കുകയില്ല. ആരെങ്കിലും പറയുമ്പോഴായിരിക്കും അയ്യോ അല്ല. ശരിക്കും പിന്നെ എനിക്ക് ഈ സാധനം എനിക്ക് എന്നും വേണോ? ഇതാൻ്റെ ഐഡന്റിറ്റി. നമുക്ക് എന്തായാലും പാട്ടൊന്ന് കേട്ടു നോക്കാം അല്ലേ? കേൾക്കാം. ഞാൻ ആദ്യമായിട്ട് പാടുന്ന വെച്ചാല് അപ്പോൾ തന്നെ നമ്മളെ നാടുവാഴികളിലെ രാവിൻ പൂന്തേൻ പാടും. രാവിൻ പൂന്തേൻ തേടും പൂങ്കാറ്റേ, ആടിപ്പാടാൻ നീയും പോരാമോ? ആയിനക്കാവിൽ വില കഴിഞ്ഞു, അവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു, ആറ്റിലാടുന്ന ആമ്പൽ പൂവിൻ്റെ തേന്നുകർന്നേ വരാം. ചെല്ലപ്പൂ ചെണ്ടെന്ന് കൂടെ കൊണ്ടും തരാം. രാവിൻ പൂന്തേൻ തേടും പൂങ്കാറ്റേ, ആടിപ്പാടാ നീയും പോരാമോ? അടിപൊളി സുധേഷിടാ, ഗംഭീരമായിട്ട് പാടി. ശരിക്കും പാട്ട് ഏതാന്ന് ചോദിക്കുമ്പോൾ പോലും ചെറുതായിട്ടൊന്ന് വിൽക്കുന്നുണ്ടെങ്കിലും പാട്ട് പാടുമ്പോഴത്തേക്കും അതൊന്നും ഇല്ലാണ്ടാണ് വരുന്നത്. വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? വീട്ടില് ഭാര്യയും 2 മക്കളും. ഓക്കെ. ഭാര്യ വർക്ക് ചെയ്യുന്നുണ്ടോ? പേരെന്നാ? രീഷ്മ. ശരി. ചേട്ടൻ ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ ആശാരിപ്പണിയാണ്. ഓക്കെ. ശരിക്കും ഇപ്പൊ എത്ര വർഷമായിട്ട് പാടുന്നു? ഞാൻ ഒരു 6 വർഷമായിട്ട് ഗാനമേളയ്ക്ക് പോകുന്നു. 6 വർഷമായിട്ട്. അപ്പൊ എനിക്കൊരു ട്രൂപ്പ് ഇപ്പൊ ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രൂപ്പ് ഉണ്ടാക്കിയത്. റിതം എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ഉണ്ട് ഇപ്പൊ ഉണ്ടാക്കിയത്. കണ്ണൂരാണോ അതുള്ളത്? കണ്ണൂർ റിതം എന്ന് പറഞ്ഞ ട്രൂപ്പ് വരെ ഉണ്ട്. കണ്ണൂരല്ല, സൂപ്പർ. നാദിക അല്ല, നമ്മള് ചില കാര്യങ്ങളിൽ ഞാൻ പറയില്ല, ചില കുറവുകൾ നമുക്ക് ദൈവം എവിടെയെങ്കിലും വയ്ക്കുമ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ നമുക്ക് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെല്ലാം മനുഷ്യർക്കുള്ളതാണ്. അതിനാണ് നമ്മൾ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്, വിളിക്കുന്നത്. എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ശ്രീ സുധേഷിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയിരിക്കുന്ന ഋതം എന്ന ഓർക്കസ്ട്ര, ആ ട്രൂപ്പിന് പരമാവധി പരിപാടികൾ നിങ്ങൾ കൊടുക്കുക. കാരണം നമുക്കിപ്പോൾ ഇതിനോടകം തന്നെ മനസ്സിലായി, ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച് അതിനെ തരണം ചെയ്ത് ഈ പറഞ്ഞ പോലെ തന്നെ മെയിൻ സ്ട്രീം രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ചിലപ്പോൾ ചില തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, എന്നാൽ പോലും അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കലാകാരന്മാരുടെ ഒരു എന്താ പറയുന്ന ധർമ്മമാണ്. തീർച്ചയായിട്ടും അങ്ങേ പോലുള്ള കലാകാരന്മാർ മുന്നോട്ട് വരണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഈ ഒരു പ്രശ്നത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും, അവർക്കൊരു വലിയ പ്രചോദനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റേജ് പരിപാടികൾ ഉണ്ടാവട്ടെ, ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ആളുകൾക്ക് പ്രചോദനമാവട്ടെ. എല്ലാ ആശംസകളും.
ഈ പ്രശ്നം ഉണ്ടെങ്കിലും നല്ലൊരു മധുരമായ സ്വരമുണ്ട്, നല്ലൊരു ഗാംഭീര്യ സൗണ്ട് ഉണ്ട്. അപ്പം ഇതൊന്നും നമ്മളെ കുറവൊന്നുമായിട്ട് കൂട്ടണം. ഇത് കുറവല്ല, ഇത് കൂടുതലാ. ശരിയാ പറഞ്ഞു. പ്ലസ് പോയിന്റ് ആണിത്. അതെ, പ്ലസ് പോയിന്റ് ആയിട്ട് എപ്പോഴും ഒരു എന്താ കൂടെ കൊണ്ടു നടക്കുന്നതാണ്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് വളരെയധികം നല്ലതാണ്. കാരണം നമുക്കും പ്രേക്ഷകർക്ക് ഉൾപ്പെടെ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് സന്തോഷമുണ്ട് പരിചയപ്പെടാൻ സാധിച്ചതിൽ, പാട്ട് കേൾക്കാൻ സാധിച്ചതിൽ. അപ്പൊ എങ്ങനെയാണ് മാസ്റ്റേഴ്സ് ഈ പാട്ടുകാരന് നമ്മള് സ്റ്റാസ് കൊടുക്കണ്ടേ? പാട്ടുകാരന്റെ കേസ് അവിടെ പറഞ്ഞാൽ പാട്ടുകാരുടെ കേസ് അങ്ങോട്ടേക്ക് തള്ളി വിട്ടിരിക്കുകയാണ് എല്ലാരും കൂടെ ചേർന്ന്. അപ്പൊ നാദിക പറഞ്ഞോളൂ, എത്ര സ്റ്റാർസ് ആണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ നിന്നും സുധീഷ് ചേട്ടന് ലഭിക്കാൻ പോകുന്നത്? കോമഡി മാസ്റ്റേഴ്സിൽ നിങ്ങൾ വന്ന ഈ പെർഫോമൻസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളൊരു ശരിക്കും പാടുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ആണ്, കോൺഫിഡൻസ് ലെവലാണ്. ആ ലെവൽ വളർത്താൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രോത്സാഹനം എന്ന് വിചാരിച്ചാൽ മതി. 4 സ്റ്റാർ. 4 സ്റ്റാർസ്. സൂപ്പർ. 4 സ്റ്റാർസ് ആണ് ലഭിച്ചിരിക്കുന്നത്. വിച്ച് മീൻസ് ഇനിയും തിരിച്ചു വരണം. ഈ സ്റ്റാർസ് നൽകുന്നതിനായി ജാഫർ ഇടുക്കി, പ്ലീസ് ജാഫർ ക ജോയിൻ us. യെസ്, അപ്പൊ എന്തായാലും സുധീഷ് ചേട്ടാ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ വന്ന് പാടിയന് ലഭിക്കുന്നത് 4 സ്റ്റാർ ആർട്ടിസ്റ്റ് എന്നുള്ള ലേബിളാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി ഷർട്ടും ഉണ്ട്.